4 കാര്യത്തിൽ അലംഭാവം കാണിക്കരുത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. 4 കാര്യത്തിൽ അലംഭാവം കാണിച്ചാൽ നീ തോറ്റു. ഒന്ന് ഈമാൻ നേടിയെടുക്കുക. ഓരോ ദിവസവും ഓരോ മണിക്കൂറും എന്തിനധ്വാനിക്കണം? ഈമാൻ നേടണം. പിന്നെ മനസ്സിലാവുണ്ട് പറഞ്ഞു. പിന്നെന്ത് വേണം? അമൽ സ്വാലിഹാത്ത്. പിന്നെന്ത് വേണം? സത്യത്തിന്റെ കൂടെ നിൽക്കണം, സബ്ർ ഉണ്ടാവണം. കാലമാണ് സത്യം. മനുഷ്യർ വലിയ നഷ്ടത്തിലായിരിക്കും. നഷ്ടത്തിലാണ്, ലാഭത്തിലാവുന്നല്ല, നഷ്ടത്തിലാണ്. നഷ്ടം ഒഴിവാക്കിയാൽ തന്നെ രക്ഷപ്പെട്ടു. ലാഭത്തിലാവുമെന്ന് ആയത്തും ഇല്ല, ഇവിടെ ഇല്ല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. എന്താ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നഷ്ടം ഒഴിവായി കിട്ടി. നഷ്ടം ഒഴിവായി കിട്ടുക അതന്നെ മര്യാദക്ക്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ പീടിക കച്ചവടം വെച്ചു, എൻ്റെ ക്യാപിറ്റൽ കുറഞ്ഞിട്ടില്ല, അന്നുള്ള കൂലിയും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തില്ല? എന്തുമില്ല, ലാഭമില്ല. എന്നാലും ലാഭമുണ്ട്. അതാണ് ലാഭം. എന്ത്? നഷ്ടമില്ലാതിരിക്കുക എന്ന ലാഭം. മതി, അതും മതി. വല്ല ആശ്ശേരി അത് നമുക്ക് ലാഭം ഉണ്ടാക്കി തരാന്നോട് പറഞ്ഞിട്ടില്ല. എന്തൊഴിവാക്കി തരാം? നഷ്ടം ഒഴിവാക്കി തരാം. ബസ് വല്ല ആശ്ശേരി. ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. ഇല്ല, തൃശ്ശൂരിൽ നിന്നൊക്കെ ക്ലാസ് കേൾക്കാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉറങ്ങാൻ നേർച്ചയാക്കരുത്. വല്ല ആശ്ശേരി. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. തൃശ്ശൂരിൽ ക്ലാസ് കേൾക്കാൻ വരിക, എറണാകുളത്ത് നിന്നവർ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഉറങ്ങുക. ഇവിടെ വന്ന് ഉറങ്ങിയാൽ പ്രത്യേകമായ വലിയ മഹത്വം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ലഫീ ഖുസ്രിൻ, നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന, ഒരു ഭാഗത്തിന് എന്തില്ല? ലാഭമുണ്ടെന്ന് പറഞ്ഞോ? ലാഭമുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. എന്തില്ല? നഷ്ടല്ല. ഏതാ? 4 കാര്യം ഉണ്ടെങ്കിൽ നഷ്ടല്ല. 4 കാര്യം ഉണ്ടെങ്കിൽ ലാഭമുണ്ടെന്നല്ല, നഷ്ടല്ല. നഷ്ടല്ലാതിരിക്കൽ തന്നെ ലാഭമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇല്ലല്ലദീന ആമനൂ, അവറേജ് ഈമാൻ നേടുക. ലാഭം എന്താ? ലാഭം മാരിഫത്ത്. അതാണ് മാരിഫത്ത്. ലാഭം മാരിഫത്താണ്. അവിടേക്ക് എത്തണ്ട. ആവറേജ് ഈമാൻ ഉണ്ടായാൽ മതി. അല്ലാഹുവിനെ അറിയാൻ കഴിയുക, ഇതിനാണ് മാരിഫത്ത് എന്ന് പറയുക. ഇതാണ് ലാഭം. ഇതാണ് നുബുവത്തിന്റെ ബേസ്. നുബുവത്ത് മാരിഫത്തിലാണ്. നുബുവത്ത് ഒങ്ങിയില്ല. മാരിഫത്തുള്ളത് കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ ഇറാഖോയിൽ പോയിരുന്നത്. എന്താ ചെയ്യാൻ? അപ്പോൾ അതിന്മേൽ ഇട്ട വിത്താണ് എന്ത്? നുബുവത്ത്. സയ്യിദുൽ ആരിഫീൻ തന്നെയാണ് സയ്യിദുൽ അംബിയാ. എല്ലാ നബിയും ആരിഫായിരിക്കും. എല്ലാ ആരിഫും നബി ആയിക്കോണമെന്നില്ല. എല്ലാ ആരിഫും മൂമിനായിരിക്കും. എല്ലാ മൂമിനും ആരിഫായിക്കോണമെന്നില്ല. എൻ്റെ കൂടെ അല്ലേ? മനസ്സിലായില്ലേ? എൻ്റെ ആരിഫ്. ആരിഫ് എന്നാൽ അള്ളാഹിനെ തിരിഞ്ഞാരാധിക്കുക. അത് ലാഭമാണ്. അവർക്ക് എത്തണ്ട. എത്തിയ ലാഭം. ആവറേജ് എന്ത് വേണം? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതൊഴിവായാൽ നിനക്ക് നഷ്ടം സംഭവിക്കും. വലിയ നഷ്ടം വരും. പിന്നെ പറ്റ തകരും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാ. ഞാൻ നല്ല വെളിച്ചത്തിലാണ് എൻ്റെ സൃഷ്ടികളെ പടച്ചിട്ടുള്ളത്. ഫജാഅതുഹും ശയാത്തീൻ. പിന്നെ പിശാചുക്കൾ അവരുടെ അരികിൽ വരികയും ഫജ്തഅലതുഹും അൻ ദീനിഹിം. യഥാർത്ഥ സത്യമാർഗത്തിൽ നിന്ന് അവരെ തെറ്റിക്കുകയും ചെയ്തു. ഞാൻ വെളിച്ചത്തിൻ്റെ മഹാവെളിച്ചത്തിലാണ് എൻ്റെ സൃഷ്ടികളായ മനുഷ്യരാശികളെയും പടച്ചിട്ടുള്ളത്. വെളിച്ചത്തിലാണ് പടച്ചത്. പിശാച് വരിക. പിശാച് അത്യാവശ്യത്തിൽ നിന്ന് ചില ആവശ്യത്തിലേക്ക് തട്ടും. ഈ ആവശ്യത്തിൽ നിന്ന് അനാവശ്യത്തിലേക്ക് തട്ടും. മനസ്സിലായില്ലേ? ഇതൊരു സ്വഭാവം, പിശാചിന്റെ സ്വഭാവമാണ്. അത്യാവശ്യത്തിന് ഇറക്കും. എന്തിലേക്ക്? ആവശ്യത്തിലേക്ക്. ആവശ്യത്തിന് അനാവശ്യത്തിലേക്ക്. ദിവസം 1000 സ്വലാത്തിലെന്ന തല തുറന്ന് കേൾക്കിട്ടാം. ദിവസം 1000 സ്വലാത്തിലെന്ന ഒരാളത്തേക്ക് പിശാച് ചെല്ലും. എന്ത് പറയും? 1000 സ്വലാത്ത് ദിവസം ചെല്ലൽ നിർബന്ധമുണ്ടോ? 25 സ്കെച്ച് ഖുർആൻ ഓതി അങ്ങനെ നടന്നാൽ പോരെ? കുറച്ചൊക്കെ സ്വലാത്തും ചെല്ലണം. ആയിക്കോട്ടെ. അപ്പം താഴത്തേക്ക് ഇറങ്ങി നിസ്കാരം നോമ്പൊക്കെ അത്യാവശ്യം ഖുർആനത്തും സ്വലാത്തൊക്കെ ഉണ്ടാവും.
പിന്നെ പിശാച് ചെല്ലും. എന്ത്? പിന്നെ പിശാച് അതൊന്നും ഇല്ലാത്ത ഒരാളെ കാണിച്ചു തരും, നിസ്കാരം ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത കാണിച്ചു തരും. അയാൾ നല്ല നിലക്ക് ഇങ്ങനെ ജീവിക്കണ കാണും. അപ്പോൾ വീണ്ടും ഓടുന്നിറങ്ങും. പിന്നെ വീണ്ടും പിശാച് വരും, നിസ്കാരം ഒഴിവാക്കും. പിന്നെ അള്ളാഹുവിൽ ശക്കുണ്ടാവും. അത്യാവശ്യത്തിൽ നിന്ന് ആവശ്യത്തിലേക്കും ആവശ്യത്തിൽ നിന്ന് അനാവശ്യത്തിലേക്കും ഇങ്ങനെ ഇറക്കും. നിസ്കരിക്കുക. ഒരു ടി വിയും വാർത്തയൊക്കെ കാണുന്നതിൽ എന്താ തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഗസയിലെ കാര്യങ്ങളൊക്കെ കാണാലോ. നമ്മുടെ കുട്ടികളെങ്ങനെ കൊല്ലുന്നു. ടി വിയിൽ ഇങ്ങനെ അൽ ജസീറ ചാനൽ തുറന്നു, അപ്പോൾ കുട്ടികളെ കൊല്ലണം. എന്ത് എന്നെ പിറ്റേന്ന് അഡ്മിറ്റാക്കി, എനിക്ക് BP കൂടി. ഇങ്ങനെ കട്ടിട്ട് ഓൽക്ക് എന്താ കാര്യം? മനസ്സിലായില്ല? നിങ്ങളെൻ്റെ കൂടെ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഗസയിൽ യുദ്ധം വന്നപ്പോൾ നമ്മൾ TV വാങ്ങി. അപ്പം നമ്മൾ ശൈത്താൻ വന്ന ന്യായം പറഞ്ഞു. എന്ത്? ഇപ്പം ടി വി വാങ്ങണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കോ. കാരണം ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഫലസ്തീൻ യുദ്ധമെങ്കിലും കാണാനും ആയിക്കോട്ടെ കാണാം. അപ്പം നമ്മൾ വാങ്ങി. എൻ്റെ മറ്റേ കുടച്ചക്കറൊക്കെ വെച്ച് TV തോന്നലൊക്കെ ഇറങ്ങി. അപ്പോൾ ഗസയിലൊക്കെ ഭയങ്കര യുദ്ധം നടക്കും. ഇങ്ങനെയും കട്ടിട്ട് ഓൽക്കേണ്ട കാര്യം? ഇവിടെ ഗസ സിന്ദാബാദ് നോക്കി ഓൽക്കേണ്ട കാര്യം? മുഅ്മിനാണെങ്കിൽ അള്ളാഹു നിന്റെ കാതിൽ ആവശ്യമായ കാര്യങ്ങൾ എത്തിക്കും. ഈ TV മതിയാവും നിന്നെ നശിപ്പിക്കാൻ. നീ ഒരു ന്യായം കണ്ടു, എന്തിന്? അതൊരാവശ്യമാണ് ഇപ്പോൾ. അപ്പം എല്ലാവരും പറഞ്ഞു. TVൻ്റെ പീടിയൻ്റെ അവിടെ ചെന്നപ്പോൾ പീടിയക്കാരനും പറഞ്ഞു, എന്ത് വാങ്ങണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കോളി. അവൻ മറ്റേ ഒരു 25 TV ഒരേ സമയത്ത് ഗസയിൽ കൊല്ലണതും പിടിക്കണതും ടാങ്കുകളും ഇങ്ങനെ കണ്ടു. 25 TV ഒന്നിച്ചാണ് ഉറക്കിയാണ്. ഇതിങ്ങനെ കണ്ടു ഇവനും അന്തപ്പെട്ടു. വാങ്ങണമെങ്കിൽ ഇപ്പോൾ വാങ്ങലല്ല. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അല്ലാഹു അഅലം. എന്തിനാണിതെന്ന് അല്ലാഹു. എന്തിനാണ് ഈ വാർത്തകൾ എഡിറ്റ് ചെയ്യാതെ ലോകം മുഴുവൻ ഈ വാർത്തകൾ പുറത്തുവിടുന്നതും? ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ വിചാരിച്ചാൽ ഈ വാർത്തകൾ പുറത്തു വരില്ല. പല വാർത്തകളും ലോകത്ത് പുറത്ത് ഇന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? വാർത്തകൾ പുറത്തു വരാൻ സമ്മതിക്കൂല. ഇത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സമ്മതത്തോടുകൂടെ ഈ വാർത്തകൾ പുറത്തു വരിക. എന്താണ് ലക്ഷ്യം അറിയൂല. വൈകാരികതയിൽ നിന്ന് ടെററിസം ഉണ്ടാവും. ഒരു ടെററിസം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ISIS. വീണ്ടും മുസ്ലിമീങ്ങൾ ടെററിസ്റ്റുകളാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർ നിരീശ്വരവാദികളാണ്. പടച്ചോനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ ചിന്തിക്കണം. ഈ വാർത്തകൾ ഇന്ന് പുറത്തു വരാതിരിക്കാൻ ഇസ്രായേലിന് കഴിയും. ഇസ്രായേൽ അറിഞ്ഞുകൊണ്ടാണ് ഈ വാർത്തകൾ പുറത്തുവരുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടായല്ലോ ഈ അടുത്ത്. ഇല്ല, നിങ്ങൾ പറയും ഉണ്ടായില്ലേ? ആ വാർത്തകളോ ചിത്രങ്ങളോ ഇന്ത്യയിലുള്ള ആളുകൾ പോലും കണ്ടില്ല. അങ്ങനത്തെ ലോകത്ത് അമേരിക്കയെ ഇസ്രായേലിനെ പോലെയുള്ള അത്ര അത്യാധുനിക സൗകര്യങ്ങളൊന്നുമുള്ള രാജ്യമൊന്നുമല്ലല്ലോ നമ്മുടേത്. എന്നിട്ടും ആ വാർത്തകളും ഫോട്ടോസും തടയപ്പെട്ടല്ലോ. ഒരു സർക്കാരിനത് കഴിയുമല്ലോ. നിങ്ങളെൻ്റെ കൂടെ അല്ലേ കുട്ടികളെ? ഇതിൽ ചില താല്പര്യങ്ങളുണ്ടായിരിക്കും. ഉണ്ട് എന്നില്ല എന്ന് ഞാൻ പറയണില്ല. നിന്റെ മേൽ ചാടും, എന്തുറങ്ങലും ചാടും. ഇതിൻ്റെ പിന്നിലെന്താ? ഇതിൻ്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോഴൊരു ദുഹാനാണ്. അവസാന കാലത്തൊരു ദുഹാൻ വരുമെന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതായിരിക്കാം ആ ദുഹാൻ. ഒരു ഫിസിക്കൽ ദുഹാൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് സ്പിരിച്വൽ ദുഹാനാണ്. 1950 ശേഷം മനുഷ്യന് എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് അറിയൂല. ഒരിക്കലും അറിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. സത്യാതീത കാലഘട്ടം എന്നാണ് സോഷ്യോളിസ്റ്റുകൾ ഈ കാലത്തെ പറയുന്നത്. എന്താ പറഞ്ഞേ? BC 4000 ചരിത്രാതീത കാലം. 950 ശേഷം
സത്യാതീത കാലം. സോഷ്യോളജിസ്റ്റുകൾ 950 മുതൽ 2023 വരെയുള്ള ഇന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിന് പേരിട്ടിട്ടുള്ളത് പറ, സത്യാതീത കാലം. BC 2000 സത്യാതീത കാലമല്ല, ചരിത്രാതീത കാലം. ഇപ്പോൾ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് ആർക്കും അറിയില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരിക്കൽ 10 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, ഹക്കിനെ വിജയിപ്പിക്കണേന്ന് നമ്മൾ ദ്വാർന്നാൽ മലക്കുകൾ വന്നാണ്ട് പൗതി വെച്ചിട്ട് മടങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ഒരാൾ മരിച്ചുപോയി, നല്ല മനുഷ്യനായിരുന്നു. അയാൾ ഒരിക്കൽ നല്ല തമാശ പറയും, കാര്യം പറയും, കാര്യത്തിൽ തമാശ പറയും. ഒരിക്കൽ എന്നോട് പറഞ്ഞു, നമ്മൾ സത്യം വിജയിക്കണേ എന്ന് പറഞ്ഞു, സത്യത്തിന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ദ്വാ ചെയ്ത് പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇപ്പോൾ സത്യത്തിന് ദ്വാരക്കാൻ വേണ്ടി മലക്കുകൾ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരുന്നു, ഇനി മലക്കുകൾ വന്നാൽ ചിലപ്പോൾ ഇവിടെ വന്നാണ്ട് സഹായിക്കാതെ തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. അതെന്തേച്ചു? അപ്പോൾ പറഞ്ഞു, സത്യത്തിന് ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അസത്യം മൂടിയ സത്യവും സത്യം മൂടിയ അസത്യവുമാണ്. ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് തിരിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ, 1 ഗ്രാം സത്യത്തിൽ പൊതിഞ്ഞ അസത്യങ്ങൾ. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ? വളരെ ചിന്തിക്കുന്നു. അപ്പം നമ്മൾ ഇവിടെ തിരിച്ചു വരും. നമ്മളിത് പറഞ്ഞ പിന്നെ കുറച്ച് എന്തിനാ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇതെന്തിനാ പറഞ്ഞത്? TV വാങ്ങിക്കൊണ്ടറിയും. ഷാജി ആദ്യം അത്യാവശ്യത്തിന് ആവശ്യത്തിലേക്ക് ഇറക്കി, പിന്നെ ആവശ്യത്തിൽ നിന്ന് പറഞ്ഞു നിസ്കാരം നോമ്പൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, തിങ്കളാഴ്ച വ്യാഴ്ച നോമ്പ് എടുക്കുന്നുണ്ട്. ഇപ്പം ഇനി അതും കൂടി കിട്ടിയാൽ ഉഷാറാവും. നമുക്ക് ശരിക്ക് ഇഖ്ലാസിൽ ദ്വാരക്കാം, രാത്രി താജ് സ്കെച്ച് ദ്വാരക്കാം. അതൊന്ന് കാണും കൂടി ചെയ്താൽ. ചീത്ത പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. എന്താ പറഞ്ഞ്? ചീത്ത പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ചീത്ത പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ പത്രങ്ങളെ വെറുത്തത്. പത്രം അറിഞ്ഞ കാലത്ത് പള്ളിയിൽ പോലും പത്രം സമ്മതിക്കൂല. പള്ളിയിൽ പത്രം വായിച്ചു എന്നതിനാണ് കണ്ണിയത്ത് ശകാരിച്ചത് ആര്യ ഖാൻ ബഹദൂറിനെ. എന്തേ? പത്രം എന്നുള്ളത് ഹക്കും ബാത്തുൽ നോക്കാത്തതാണ്. അതിൽ സത്യത്തെക്കാൾ, അതിൽ ആവശ്യത്തെക്കാൾ കൂടുതൽ ഉണ്ടാവുക അനാവശ്യമാണ്. ഇന്നത്തെ പത്രം തന്നെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇന്നലത്തെ പത്രം കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? പത്രം ഞാൻ കാണലേ ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ ചെന്നപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ, വീട്ടിലെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ പത്രം ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. പത്രക്കാരനായിരിക്കാം രാവിലെ വീട്ടിൽ ചെല്ലും. അപ്പം ഞാനതെടുത്ത് സിറ്റ് ഔട്ടിൽ വെച്ചു. പിന്നെ വല അതിരി ഏതിരെ പോയി എനിക്കറിയില്ല. അപ്പം ഞാൻ തിരിച്ചു വരിക. എനിക്കറിയേണ്ട ആവശ്യമില്ല. പത്രത്തിൽ ഇന്നത്തെ പത്രം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇന്നത്തെ പത്രം വായിക്കി. എന്നിട്ട് ഏത് വാർത്ത നിങ്ങൾ അറിയേണ്ടത്? എന്ത് പറയുന്നു? പെരുമ്പാവൂരിൽ ഗോപാലനെ തെരുവ് നായി കടിച്ചു. അത് അറിയുന്നുണ്ട്. എനിക്കെന്താ ആവശ്യം? എന്താ കാര്യം? പെരുമ്പാവൂരിൽ ഗോപാലനെ തെരുവ് നായി കടിച്ചു. എന്താ കാര്യം? ചൊവ്വയിൽ വെള്ളം കണ്ടെത്തി. എന്താ കാര്യം? എന്റെ കിണറ്റില്. മനസ്സിലായില്ല? ചൊവ്വയ്ക്ക് വെള്ളം കണ്ടിട്ട് കാര്യമില്ല. ചൊവ്വക്ക് പോകൂല. എലോൺ മസ്ക് പൈസ വാങ്ങിയിട്ടുണ്ട് അറബികളുടെ കയ്യിൽ നിന്ന്. അറബികൾക്ക് പിന്നെ തനിപ്പൊട്ടന്മാരാണല്ലോ. അറബികളെ കയ്യിൽ നിന്ന് എന്നെ ഈ ലോകത്ത് അത്ഭുതപ്പെടുത്തിയ അത്ഭുതം കഴിഞ്ഞ ഏകദേശം 1 വർഷം മുമ്പ് അറബ് ഷെയ്ഖന്മാരുടെ ഇടയിൽ എലോൺ മസ്ക് പ്രസംഗിക്കുക. എലോൺ മസ്കാണ് 2030 ആകുമ്പോഴത്തേന് മനുഷ്യരെ ചൊവ്വയിലെത്തിക്കുന്നു പറഞ്ഞത്. എന്നിട്ട് അറബികളെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസ വാങ്ങിയിട്ടുണ്ട്. അവിടെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയാതാവും. പിന്നെ അവിടെ എവിടെ എത്തിക്കും? ചൊവ്വയിൽ. 2030 ആകുമ്പോഴത്തേന് നമ്മൾ ആദ്യത്തെ കോളനി ആരംഭിക്കും ചൊവ്വയിൽ എന്ന് പറയുമ്പോൾ ഇതാ കൈയടിച്ചിട്ട് ഇവർ കരഘോഷാണ്, മുഴുവനും കൈയടിക്കാണ്. ആര്? ഈ അറബ് ഷെയ്ഖന്മാർ. ഒരു രാവിലെയാണ്, എൻ്റെ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് ഏതോ ഒരു രാവിലെയാണ് ഈ പ്രഭാഷണം. ഇവരൊക്കെ സുബൈ സ്കെച്ച് വന്നോലും ഇരിക്കും. ഖിയാമത്ത് നാളിൻ്റെ ഉള്ളിൽ മനുഷ്യൻ ചൊവ്വയിൽ എത്തൂല. എത്തിയാൽ ഈ തല മുറിച്ച് നിങ്ങൾക്ക് തരും. എന്തുകൊണ്ട്? ആധുനിക ആസ്ട്രോണമിയൻസ്
അനുസരിച്ച് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ. ഭൂമിയിൽ നിന്ന് 17 കോടി കിലോമീറ്റർ ദൂരെയാണ് ചൊവ്വ. അപ്പൊ സൂര്യനും കഴിഞ്ഞിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച്, സൂര്യന്റെ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായയും വെള്ളമൊക്കെ കുടിച്ച്, ഒരു മനസ്സിലായില്ല, ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ 2 കോടി പോയാലേ എവിടെത്തു. ചൊവ്വയിൽ മനുഷ്യൻ കാല് കുത്തിയിട്ടില്ല എന്ന് വാദിക്കുന്ന 10,000-കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഭൂമിയിലുണ്ട്. അവർക്ക് ചാനലുകളുണ്ട്, അസോസിയേഷൻ ഉണ്ട്, അവർക്ക് പത്രങ്ങളുണ്ട്, അവർക്ക് മാഗസിനുകളുണ്ട്. എന്താ പറഞ്ഞേ? ചൊവ്വയിൽ മനുഷ്യൻ കാല് കുത്തിയിട്ടില്ല എന്ന് വാദിക്കുന്ന 10 ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ലോകത്തുണ്ട്. ലക്ഷക്കണക്കിന്. അതാണ് കൂടുതൽ സാഹചര്യം. ഞാൻ അങ്ങോട്ട് പോണില്ല, തിരിച്ചു വരിക. അപ്പൊ നോക്കൂ, നിങ്ങൾ ചിന്തിക്ക്. എന്ത് പറയാനെന്ന് പറഞ്ഞേ? എലോൺ മസ്കിനെ ഇപ്പൊ എന്ത് പറയാനാ കൊണ്ടുവന്ന്? നിങ്ങൾക്ക് ഓർമ്മല്ല? അതെ, ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യങ്ങളില്ല. നമ്മൾ എന്താ അറിയേണ്ടത്? നമ്മളെ പേരിൽ വെള്ളം ഉണ്ടോ? ആ വെള്ളം കഴിഞ്ഞ് പെണ്ണ ജാനകേടത്തിന്റെ പറമ്പിൽ വെള്ളം ഉണ്ടോ നോക്ക് പെണ്ണേ, അത് പറയാം. അവിടെ വെള്ളമുണ്ട്, ജാനകേടത്തെ നമ്മളോട് സഹകരിക്കണോരാ, എന്നാ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ മൂല്യം നിങ്ങൾ എത്രയും പണി എടുത്തോളി. പിന്നെ ചൊവ്വയിൽ വെള്ളം ഉണ്ടായാലും പ്രശ്നമില്ല. നമ്മളേതായാലും ചൊവ്വയിലെ വെള്ളം കുടിക്കാൻ പോകണില്ല. ഖിയാമത്ത് നാൾ വരും. മേസറയ്ക്ക് ചൊവ്വയിലെ വെള്ളം അത് ഇറക്കുകയാണെങ്കിൽ തിരക്കടില്ല. ഭൂമിയിൽ നടക്കൂല, ഒരിക്കലും നടക്കൂല. മനസ്സിലായില്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിലായില്ലേ? പിതാവിനോട് മകളോട് അനാവശ്യ പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് എന്താ കാര്യം? എന്നല്ല, നിന്റെ മനസ്സിൽ ഒരു തിന്മണ്ടാക്കും. കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കണില്ലേ എന്ന് തോന്നും. അത് നീ അതിനെ സരൽക്കരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും ചീത്തയെ പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഈ ചാനലുകളൊക്കെ കൊണ്ടുവരുന്ന എന്താ? ചീത്തകളല്ല. എന്താ? പിന്നെ ആവശ്യത്തിലേക്ക് അത്യാവശ്യത്തിന് ആവശ്യത്തിലേക്ക് ഇറക്കി, പിന്നെ ആവശ്യത്തിൽ നിന്ന് എന്തിലേക്ക് ഇറക്കും? അനാവശ്യത്തിലേക്ക് ഇറക്കും, പിന്നെ നിരീശ്വരവാദിയാക്കും. ഗസയിലെ കുട്ടികളെ കൊല്ലും ചെയ്യാം. അവസാനം കുറച്ചാളുകളെ എങ്കിലും എന്തു പറയും? അള്ളാഹുണ്ടാവൂല. രാവും പകലും ഞാനും എൻ്റെ ദ്വാരക്കും താജുൽ സ്കെച്ച് രണ്ടാളും കൂടിയിരുന്നു. ഒരാൾ എന്നോട് പറഞ്ഞതാ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. താജുൽ സ്കെച്ച് പറഞ്ഞിട്ടില്ലേ? രണ്ടാളും ഞങ്ങൾ ദ്വാരക്കും എൻ്റെ മകളെ കെട്ടിക്കണേ 10-24 വയസ്സ് ആയിട്ടും അതിൻ്റെ അപ്പുറമായിട്ടും കെട്ടിച്ചില്ല. അവസാനം ഭാര്യക്ക് മടിയ എന്ത് പഠിച്ചു ഞാനില്ല. താജുൽ സ്കരിക്കാൻ എണീപ്പിച്ച അവള് എണീക്കൂല. നിങ്ങൾ സ്കരിച്ചു, എനിക്കാവൂല. ഇത്ര കാലം. പിന്നെ അവള് ഫർള് നിസ്കാരം നിർത്തി. പഠിച്ചുണ്ടാവില്ല. ഇയാൾ പിന്നെ ഇതാർക്കും. ഇവൾ നിസ്കാരം നിർത്തിയപ്പോൾ ഒരു മകളെ കെട്ടിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ മറ്റേ മകളെയും 3 മകളെയും കെട്ടിച്ചു. ഇപ്പൊ 3 മക്കളെയും കെട്ടിച്ചു. പക്ഷെ ഇവൾക്ക് ഇപ്പോഴും നിസ്കാരം തുടങ്ങാൻ കഴിയുന്നില്ല. പൊന്നാരുസ്താദേ, നിങ്ങൾ ദ്വാരക്കണേ. കഫറായി മരിച്ചു പോവിന്റെ ഭാര്യ, നിങ്ങൾ ദ്വാരക്കണേ. ആര് പറഞ്ഞു? ഭർത്താവ് പറഞ്ഞു. എന്റെ പരീക്ഷണാണത്. ആരുടെ? റബ്ബിന്റെ. ഇത് ലോകാകെ ദുആ ചെയ്യാ. മക്കത്ത് ദുആ, മദീനത്ത് ദുആ, എല്ലായിടത്തും ദുആ. കാര്യം അല്ലാഹു കേൾക്കണില്ല. വിജയം അവർക്കെന്നെ. ചീത്തയെ പരസ്യപ്പെടുത്തുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ല. അതേ സമയത്ത് ഈ ഒരു മുഅ്മിനാണെങ്കിൽ നീ ദ്വാരക്കേണ്ട വാർത്ത നിന്റെ ചെവിയിലെത്തും. വേറൊന്നും ഉണ്ടാവില്ല. നീ ഖാലിദിനായി റബ്ബിനോട് കാര്യം. റബ്ബേ, എൻ്റെ മക്കളാണത്, എൻ്റെ സഹോദരങ്ങളാ, എൻ്റെ സഹോദരിമാരാ. TV കാണണോ ദ്വാരക്കാൻ? പറയൂ, TV കാണണോ ദ്വാരക്കാൻ? ഒസക്ക് വേണ്ടി TV കാണണം. എന്തിന്? TV കാണാത്തവർ ദ്വാർന്നവരില്ലേ? TV കാണാത്തവരും ദ്വാർന്നവരും കൈപൊക്കി. എത്ര 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 എന്തിനാ പറഞ്ഞറിയോ കുട്ടികളെ? എനിക്ക് തിരിച്ചറിയണില്ല. എനിക്കറിയുന്നത് പറയാനും പറ്റൂല. ഇത് ദുഹാനാണ്.
ഇത് ദുഹാനാണ്. നമുക്ക് തിരിച്ചറിയണില്ല എന്താണ് ഈ വാർത്ത, ഈ കൊടും ക്രൂരത. ഇസ്രായേൽ തന്നെ ലോകത്തേക്ക് ഇങ്ങനെ അടിച്ചു തള്ളുക എന്തിന്? മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത് ഖത്തറാണ്. അവരാണ് ഏറ്റവും കൂടുതൽ അമേരിക്കക്ക് പൈസ കൊടുക്കുന്നത്. അമേരിക്കൻ പട്ടാളത്തെ ഏറ്റവും തീറ്റിപ്പോറ്റുന്നത്. പട്ടാള ക്യാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി 1996 ഖത്തർ ചെലവാക്കിയത് $10,000 മില്യൺ. ആരുടെ പട്ടാള ക്യാമ്പ്? അമേരിക്കയുടെ പട്ടാള ക്യാമ്പ്. ഈ യുദ്ധത്തിലും ഇസ്രായേലിനെ പരസ്യമായി പിന്താങ്ങിയത്. ഈ യുദ്ധത്തിലും ഇസ്രായേലിനെ പരസ്യമായി ന്യായീകരിച്ചത് അമേരിക്കന്. ആണോ അല്ലേ? പറയാം, ആണോ അല്ലേ? ചിന്തിക്കണം. ഇസ്രായേൽ അമേരിക്കയുടെ കുഞ്ഞാണ്. ലോകത്തെ എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ തിരിച്ചുപോയിട്ടുള്ളത്. ഇസ്രായേലിന് ഒരു പൂഴിനുള്ളിട്ടാൽ ഒരു ചെറിയ വേദനയായാൽ അമേരിക്കക്ക് വേദനയാവും. അമേരിക്കയുടെ പട്ടാളത്തെ തീറ്റിപ്പോറ്റുന്ന ആരാ? സൗദി. പിന്നെ ആരാ? ഇറാഖ്. പിന്നെ ആരാ? ബഹ്റൈന്, ഖത്തർ, UAE, ഒക്കെ ഒമാന്. എല്ലാം അമേരിക്കയുടെ പട്ടാളം ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ പട്ടാളത്തിന് മുഴുവനും ചെലവഴിക്കേണ്ടത് ആ രാജ്യമാണ്. എങ്ങനെയുണ്ട് പട്ടാള ക്യാമ്പ് ഉണ്ടാക്കാൻ വേണ്ടി 996 ഉദൈദ് ക്യാമ്പ് മാത്രം ഉണ്ടാക്കാൻ ഖത്തർ ചെലവാക്കിയത് $10,000 അല്ല, $10,000 മില്യൺ ആണ്. എങ്ങനെയുണ്ട്? 96 കഥ തീറ്റിപ്പോറ്റനത്രേ. എന്നിട്ടും എന്ത് ചെയ്യാണ്? ഈ അമേരിക്ക പിന്താങ്ങിയ കുട്ടികൾ അവിടെ കൊല്ലുന്നോന്നും തന്നെ പറയാം. എനിക്കിതെല്ലാം കൂടി തിരിയുന്നില്ല. തിരിയാതാകല്. റെയിൽവേ സ്റ്റേഷനിലെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ സായിപ്പിന് തിരിയാതായ ഒരു ഫലിതമുണ്ട് പണ്ട്. മനസ്സിലായില്ല? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരാനായിട്ടുണ്ട് എന്ന ഇംഗ്ലീഷ് കേട്ടപ്പോൾ സ്കോട്ടിഷുകാരനായ ഇംഗ്ലീഷുകാരൻ മേപ്പ് നോക്കി. ഓന് തിരിയുന്നില്ല. മനസ്സിലായില്ല ഇതെന്താണ് ഈ പറയുന്നത്? മോന് പറയടോ, മനസ്സിലായില്ല. എന്നതുപോലെ എനിക്കിപ്പോൾ മനസ്സിലാവണമെന്നില്ല. എന്താണെങ്കിലും ഇത് മനസ്സിലാവില്ല. എന്തെങ്ങനെ ഇത് പറഞ്ഞ ഞങ്ങൾ ഉടനെ പറയും ഇയാൾ കലിങ്കളിയാണ്. എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് മനസ്സിലാവണ്ടേ? എൻ്റെ ബുദ്ധി കുറവായതുകൊണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവും, എനിക്ക് ബുദ്ധി ഉണ്ടാവില്ല. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എനിക്ക് പിരാന്തും ലോകത്തിന് പിരാന്തില്ലായ്മയുമായിരിക്കും. അല്ലെങ്കിൽ ലോകത്തിന് പിരാന്തും എനിക്ക് പിരാന്തില്ലായ്മയുമായിരിക്കും. രണ്ടു കൂട്ടർക്കും കൂടി ഒരേ അവസ്ഥ ഉണ്ടാവില്ല. ചിലപ്പോൾ അതാണ് പറ്റുന്ന വാക്കും. എനിക്ക് പിരാന്ത്, ലോകത്തിന് പിരാന്തില്ല എന്ന് പറയലാണ് നല്ലത്. അതാണ് നല്ലത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ എന്താ? മനുഷ്യനെ അനാവശ്യത്തിലേക്ക് ഇങ്ങനെ ഇറക്കും. നിന്നെ വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നിനക്ക് ഒരിക്കലും ഇടപെടേണ്ടതില്ലാത്ത കാര്യത്തിൽ നീ വ്യാകുല ചിത്തനാവുക. അതേ സമയത്ത് നിന്നിൽ മത്തുലുബായ കാര്യത്തിൽ നീ അശ്രദ്ധനുമാണ്. ഇത് ദലീലുൻ. ഇത് ദലീലാണ്. നിന്റെ അകക്കണ്ണടഞ്ഞുപോയി. അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേട. ഉത്സാരമൂർത്താൽ ഉറങ്ങാമോ പൊട്ടാമീൻതുള്ളി പിഞ്ചോര കെട്ട. പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ട. പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട. പറഞ്ഞിന്നുടൽക്ക് ബഹുമാനം പൊട്ട. നട്ടാൽ പുൽനെല്ല് വിളയുമോ പൊട്ട. നാരായം വിട്ടാസ് ചുറ്റുമോ പൊട്ട. അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേടാ. അകക്കണ്ണ്. ഇന്നലിൽ മുഅ്മിനി അർബഅത അയുനിൻ. മുഅ്മിനായ മനുഷ്യൻ 4 കണ്ണുണ്ടാവും. ഐനാനി ഫി വജ്ഹിഹി വഐനാനി ഫി ഖൽബിഹി. മുഅ്മിനായ മനുഷ്യന് പറയാം ഏതൊരു ജീവിക്കും 2 കണ്ണുണ്ടാവും. മുഅ്മിന് 4 കണ്ണുണ്ടാവും. മുഅ്മിനാണെങ്കിൽ 2 കണ്ണും കൂടി തുറക്കും. മറ്റേ എല്ലാവർക്കും ഒരേ കണ്ണ്.